ഞാനില്ലേ പണ്ടിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞങ്ങളെ ഇടവലത്തുള്ള ആൾക്കാരൊക്കെ പറയും എന്തൊരു ടേസ്റ്റാ, എന്നിട്ടിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ പറയും. എല്ലാവരും ഒന്നല്ലേ, കുറച്ച് ആൾക്കാർ. അപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ ചോദിക്കും എന്താ നിൻ്റെ കറിക്ക് മാത്രം ഇത്ര ടേസ്റ്റ് എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് അറിയാം എന്ത് ചെയ്യാനാ, എൻ്റെ കൈപ്പുണ്യത്തിന് അങ്ങനെ ആയിപ്പോയില്ലേ അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും പറഞ്ഞ് വെറുതെ തള്ളിക്കൊടുക്കും. പക്ഷെ വീട്ടിലുള്ളവർക്ക് അങ്ങനെ വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ പുറത്തുള്ള അതങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാൾ നമുക്ക് വേറെ ചിലരുണ്ടാക്കുന്ന ഫുഡിനോടായിരിക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. അതുപോലെയൊക്കെ തന്നെയാണെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് തേങ്ങ അരച്ച് മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 തക്കാളി നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് നല്ല പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ശേഷം നമുക്ക് ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചധികം പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ ഏതായാലും എനിക്ക് അധികം എരിവ് അത്ര ഇഷ്ടമല്ല, ഒരു മീഡിയം എരിവേ പറ്റുള്ളൂ. അധികം എരിവായാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ട് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ അതെടുത്തിട്ട് നടു ചീന്തിയിട്ട് പകുതിയാക്കി മുറിച്ച് വെച്ചാണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണമെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാം. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ശേഷം ഒരു പാന് ചൂടാക്കാൻ വെക്കുക. നമ്മളിപ്പോൾ കറി ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലങ്ങ് വെക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഈ തക്കാളി പച്ചമുളക് ഇതൊക്കെ മിക്സുകളൊക്കെ എടുത്ത് നമുക്കതിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിടി പുളി, നമ്മൾ സാധാ കടകളിൽ നിന്നൊക്കെ കറികളിലൊക്കെ ഇടാൻ വാങ്ങിയിട്ടുള്ള പുളിയാണ്. ഇതോട്ട് ഒന്ന് അടച്ച് വയ്ക്കുക കുറച്ച് സമയം, തീ കുറച്ച് വയ്ക്കണം ആ ടൈമിൽ. അപ്പോൾ ഞാൻ അടുത്ത ഒരു പാത്രത്തിൽ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നമ്മുടെ ഈ മീനുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെരക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പലതരം മീനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നിവിടെ. അപ്പോൾ അതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണുള്ളത് അത് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇട്ടതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് അവിടെ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി അടച്ച് വയ്ക്കുക. ശേഷം നമുക്ക് തേങ്ങയിൽ 2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചങ്ങെടുക്കുക മിക്സിയിൽ. എന്നിട്ട് നമുക്ക് ഈ അടിച്ച് വെച്ചത് എടുത്ത് ഈ വഴറ്റി വന്ന ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കറികളിൽ ഒഴിക്കുന്ന ഒരു പതിവുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ശേഷം അതോട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഈ മീനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. മീനും കൂടെ ഇട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു.